ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഒക്കെ തന്നെ അങ്ങ് ഉണ്ടാകുമോ എന്നത്. ഏറ്റവും പോപ്പുലർ ആയ സയൻസ് പുസ്തകങ്ങളിൽ ഒന്നായ കാൾ സാഗന്റെ കോസ്മോസിൽ അദ്ദേഹം ഇതിന് ഉത്തരം തരുന്നുണ്ട്. അതേതാണ്ട് ഇങ്ങനെയാണ്: ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ പ്രപഞ്ചം ദൈവമില്ലാതെ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അപ്പൊ ആ ദൈവം അതിലും എത്രയോ അധികം കോംപ്ലക്സ് ആയിരിക്കണ്ടേ? അപ്പൊ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ആ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം അവിടെ ബാക്കി വരില്ലേ? അപ്പോ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയത്, നമ്മുടെ നാട്ടിലൊരു കുട്ടിയെ വിളിച്ചിരുത്തി നല്ല ഒരു സദ്യയൊക്കെ കൊടുത്തു, അല്ലെങ്കിൽ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. നല്ല ചൂടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ ബിരിയാണി ഉണ്ടാക്കിയത് ഉമ്മയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി നിഷേധിച്ചോട് പറയണം, ഈ ഒരിക്കലുമല്ല. കാരണം എന്താ, ഈ ബിരിയാണി നല്ല ചൂടുള്ള ബിരിയാണിയാണ്. ഈ ചൂടുള്ള ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ആള് ഈ ബിരിയാണിയേക്കാൾ ചൂടുള്ളതായിരിക്കണ്ടേ. ഉമ്മാനെ നോക്കുമ്പോൾ ഉമ്മ അത്ര ചൂടൊന്നുമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ വർത്താനം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചോക്കുക, ബിരിയാണി എന്ന് പറയുന്നത് ഫുഡ് ഐറ്റം ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഈ ഉണ്ടാക്കിയ ഫുഡ് ഐറ്റം ഉണ്ടാക്കിയ ആൾക്കും വേണം എന്ന് പറയുന്നതിന് ലോജിക്കൽ കണക്ഷൻ ഇല്ല. ഇത് രണ്ടും വെവ്വേറെയാണ്. ഇതുപോലെയാണ് പ്രപഞ്ചം കോംപ്ലക്സ് ആണ്. ആ പ്രപഞ്ചം കോംപ്ലക്സ് ആണ് എന്നുള്ളത് കൊണ്ട് അതിനെ ഉണ്ടാക്കിയ ദൈവത്തിന് അതിനേക്കാൾ കോംപ്ലക്സിറ്റി വേണം എന്നുള്ളതിന് ഒരു ലോജിക്. ഈ ഒരു രീതിയിലുള്ള ഇൻഫിനിറ്റ് റിഗ്രസിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്രിയേറ്റഡ് എന്ന് പറയപ്പെടുന്ന ജീവിയെക്കാളും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള, കൂടുതൽ ഇൻ്റലിജൻ്റ്ലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജീവി ആയിരിക്കണം അതിനെ സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വാദം. അങ്ങനെ പുറകോട്ട് പോകും തോറും ഈ സൃഷ്ടാവിന് ഇൻ്റലിജൻസും കോംപ്ലക്സിറ്റിയും കൂടി വരേണ്ടതായിട്ട് വരും. അതാണ് ഈ ആർഗ്യുമെൻറ്റിൻ്റെ പ്രധാന പ്രശ്നം. ഈ അബ്ദുള്ള ബാസിലിൻ്റെ ബിരിയാണി വാദത്തിൻ്റെ പ്രധാന പ്രശ്നം എന്താണ്? അതിൽ ചൂട് എന്നുള്ള ആ ഒരു ചൂടുള്ള ബിരിയാണി മാത്രമാണ് അയാൾ എടുക്കുന്നത്. ചൂടുള്ള ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കിയ ഉമ്മാക്ക് ബിരിയാണിയെക്കാളും ചൂട് കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാദം എന്താണ് ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് മാത്രം അബ്ദുള്ള ബാസിൽ ചെറി പിക്ക് ചെയ്തിട്ട് അതിനെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്തായിരുന്നാലും ഈ ബിരിയാണി ഉണ്ടാക്കിയ വ്യക്തി ചൂടിനെ, എനർജിയെ ഡൈവേർട്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കാനാണ് ആ ചൂടിനെ ഉപയോഗിക്കുന്നത്. അപ്പം ബിരിയാണി ഉണ്ടാക്കിയ വ്യക്തി ബിരിയാണിയെക്കാളും ഇൻ്റലിജൻറ്റും ബിരിയാണിയെക്കാളും ഹൈലി കോംപ്ലക്സ് ജീവി തന്നെയായിരുന്നു എന്നുള്ള കാര്യം അബ്ദുള്ള ബാസിൽ അവിടെ ഇഗ്നോറാണ് ചെയ്തിരിക്കുന്നത്. അതിനെ അഡ്രസ്സേ ചെയ്യുന്നില്ല. ഇറ്റ്സ് അബൌട്ട് ഇൻ്റലിജൻസ് ആൻഡ് കോംപ്ലക്സിറ്റി. ബിരിയാണി ഉണ്ടാക്കിയ വ്യക്തി തീർച്ചയായും ഹൈലി ഇൻ്റലിജൻ്റ് ആണ്, ഒരു മൾട്ടി സെല്ലുലാർ ഓർഗനിസമാണ്, ജീവിക്കുന്ന വസ്തുവാണ്. അപ്പം ഇറ്റ് ഈസ് എ ഹൈലി കോംപ്ലക്സ് ആൻഡ് ഹൈലി ഇൻ്റലിജൻറ്റ് ഇൻഡിവിജ്വൽ ദാറ്റ് ക്രിയേറ്റഡ് ദ ബിരിയാണി. അപ്പോൾ അബ്ദുള്ള ബാസിൽ അനാലജികൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇൻ്റലിജൻ്റായിട്ടുള്ള അനാലജി സെലക്ട് ചെയ്യുക. ഒരു ബിരിയാണിയെക്കാളും അല്പം കൂടി ഇൻ്റലിജൻ്റായിട്ട് പെരുമാറാൻ ശ്രമിക്കുക. താങ്ക് യു.